ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ വണ്ണപ്പുറത്തുള്ള ഒരു ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്ന ഒരു മരം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ വീട്ടിലെ ഉടമസ്ഥനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ആ ചേട്ടാ, ഇതൊന്ന് പറഞ്ഞത് എത്ര നാൾ കൂടിയാണ് ഇത് ഉണ്ടാകുന്നത്? നട്ടിട്ടൊരു 10-30 വർഷം എങ്കിലും ആയി. ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ കായ്ക്കാൻ തുടങ്ങി. പിന്നെ എല്ലാ വർഷവും കായ്ക്കണ്ടല്ലേ? ജനുവരി ഫെബ്രുവരി മാസത്തിൽ പൂക്കും. ഇതിപ്പോൾ ഉണ്ടായിട്ട് എന്തൊരു നാൾ വേണം ഇത് പഴുക്കണമെങ്കിൽ? ഈ ഒരു പരുവത്തിലാണെങ്കിൽ ഇനിയിപ്പോൾ ഇത് ജനുവരി ഫെബ്രുവരിയിൽ പൂക്കുക. അതെ, ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിയണം ഇത് പഴുത്ത് വന്നെങ്കിൽ അല്ലേ? പഴുത്ത് കഴിയുമ്പോൾ കണ്ടിച്ചോട് ചോപ്പാവും. ചേട്ടാ, ഇത് ഇവിടങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും വലിയ മരം ഇത് ഇല്ല. നമ്മൾ വെൺമണിയിൽ കടിച്ചു പൊടിച്ചതിൻ്റെ ഉള്ളിലെ പരിപ്പാ എടുക്കണേ. അങ്ങനെയാണോ? അല്ലാതെ ഇത് തിന്നുമല്ല, അതിൻ്റെ ഉള്ളിൽ പരിപ്പാ. കൊക്കോ പോലെ ചെറിയൊരു ആ പരിപ്പും പൊട്ടിക്കണോ? ഇല്ല, അത് അതിൻ്റെ പൾപ്പ് കൊണ്ട് തിന്നുക. കായും വേണേൽ കഴിക്കാൻ, ചെറിയ കായല്ലേ. അപ്പോൾ കൂട്ടുകാരെ, വണ്ണപ്പുറം മുട്ടുകണ്ടം പോണ വഴിക്ക് ഒരു ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഈ മുട്ടിപ്പഴം നമുക്ക് നിൽക്കുന്നത് കണ്ടത്. അപ്പം കണ്ടപ്പോൾ തന്നെ ഓർത്തിട്ട് ഈ മരം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കണ്ടോ, കായ്ച്ച് കിടക്കണുണ്ട്. ഈ മരത്തിന് നല്ല പൊക്കമുണ്ട്. ആ പൊക്കത്തിലായിട്ട് താഴെ തൊട്ട് മുകളിൽ വരെ ഇതുപോലെ പഴം ഉണ്ടായി കായ്ച്ച് കിടക്കുക. അതുപോലെ തന്നെ ഒത്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളി അവിടെ എന്താണെങ്കിലും ഞാൻ ചെന്ന് ചോദിച്ചു, ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഈ മരത്തിനെ പറ്റി എന്ന് ചോദിച്ചപ്പോൾ പുള്ളി കുഴപ്പമില്ല വീഡിയോ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു തന്നാൽ. എന്താണെങ്കിൽ ഞങ്ങൾ കുറച്ചൊക്കെ പൊട്ടിച്ച് കഴിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതിൽ നിന്നും എന്ത് രസമെന്ന് പറയുന്നത് ഇതുണ്ടായി കാഴ്ച നിൽക്കണ കാണാനായിട്ട്. സാധാരണ ഇത് കാടുകളിലൊക്കെ ആയിരുന്നു ഇതുണ്ടായി നിൽക്കണ കാണുന്നത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് 40 വർഷം കണ്ടായി, അതായത് 30-40 വർഷമായി മരം വെച്ചിട്ട്. ഇതുണ്ടാകാൻ തുടങ്ങിയിട്ട് 1 വർഷം മേളിലും കണ്ടായിട്ടേ ഉള്ളൂ. ഇത് ഇപ്പോൾ പഴുത്തിട്ടില്ല. പഴുക്കണമെങ്കിൽ 1 മാസം കൂടെ കഴിയണമെന്ന് പറയണേ ഇത് പഴുക്കണമെങ്കിൽ. അപ്പോൾ അത് പഴുത്ത് കഴിയുമ്പോഴത്തേനും പുള്ളി പറഞ്ഞ്, ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ കൊടുക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഇത് കൊടുക്കുമല്ല, ഇവിടെയുള്ള എല്ലാ വീടുകളിലേക്കിടെയൊക്കെ കൊടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറുപ്പത്തിൽ ഞാനൊക്കെ നേരത്തെ ഈ നമ്മുടെ വെൺമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് കാട്ടിൽ നിന്നും പറിച്ചിട്ടുണ്ട് പോയി എന്ന്. പക്ഷേ ഇതിപ്പോൾ നമ്മളൊരു വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ ഒരു മരം നിറച്ച് കാച്ചു നിൽക്കണേ ആദ്യമായിട്ട് കാണുന്നത്. എന്താണെങ്കിലും നല്ല അടിപൊളി സൂപ്പർ. ഞാനും അത് പോയി കണ്ടു. അപ്പം എന്താ പറയണേ, ഇതാണ് കാഴ്ച കിടക്കണ കണ്ടോ, നല്ല മുന്തിരിങ്ങാക്കൊല കിടക്കും പോലെ ഫുള്ള് കാഴ്ച കിടക്കുക. ഒന്നും പറയാനില്ല, പറയേണ്ട എന്നാന്ന് പോലും അറിയാനില്ല, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇങ്ങനെയൊക്കെ മരത്തെ കായ്ക്കുമോ എന്നാണ്. അപ്പം വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും വരാം.